അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്ന് ഇപ്പോൾ അവിടെ നടന്ന് ഇവിടം വരെ എത്തി. ഇത് ഭംഗി നോക്കി അല്ലേ? ഇതൊക്കെ എന്തേ ഇഷ്ടമായില്ലേ? ഇവിടെ ഇതൊക്കെ പ്രൈവറ്റ് ബീച്ച് പോലെ. ഇവിടെ ആരും ഇല്ല, കുളിക്കുക ജപിക്കുക. പക്ഷെ അങ്ങനെ ചെയ്യില്ല. ആ സൈഡ് വിളിച്ചു വരാം, അവിടെ വരാൻ പറ്റില്ല. കുറേ ദൂരം കിട്ടാ. നമ്മളായിരിക്കും ഈ എൻ്റെ ടാറ്റിന് നടക്കാൻ പോണ കപ്പിൾസ്. എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് സൺ വ്യൂ ബീച്ച് റിസോർട്ട് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാം. ഇതാകുമ്പോൾ ക്ലിഫ്, ഓ നൈസായിരിക്കും. നേരെ ക്ലിഫ്, നല്ല പ്രീമിയം ഏരിയ അല്ലേ? ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്കൊരാഴ്ച ഇവിടെ സ്റ്റേ ആക്കിയാലോ? ഒപ്പീനിയൻ, നല്ല ഒപ്പീനിയൻ. അപ്പൊ സൺ വ്യൂ ബീച്ച് റിസോർട്ട് പെർ ഡേ സ്വാഭാവികം. ഒരാഴ്ച നിക്കണെങ്കിൽ നമുക്കൊരു താഴേക്ക് വാ, അതല്ലേ പറഞ്ഞ. ഇവിടെ താഴെ അങ്ങനെ ഇപ്പോഴാണ് നമ്മള് എന്ത് കണ്ടത്. നമ്മളെല്ലാരും അറ്റത്ത് എനിക്ക് ഇവിടെ കുറച്ചുകൂടി നല്ല പ്രീമിയം ആൾക്കാർ പറഞ്ഞ സ്ഥലം തോന്നുന്നു. ആൾക്കാർ കുറവാ. കുറച്ചുകൂടി നോർത്ത് ഇന്ത്യൻസ് നല്ല നല്ല റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാ. പിന്നെ ഫോണ് നല്ല വിളിച്ചിട്ടുണ്ട്. എങ്ങനെയാണോ സമയം നമ്മൾ നടക്കുന്നത് നൈറ്റ് ലൈഫ് ഓഫ് ബെറ്റടിച്ചിക്ക് ഇന്ത്യയായിട്ട് നടക്കാണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നതാണല്ലേ. വൈറ്റ് പാവാട വാങ്ങിച്ചരാട്ടാ. പറഞ്ഞ അത് വീഡിയോയില് കിട്ടും. വാങ്ങിച്ചെന്ന് പറയും, പക്ഷെ വാങ്ങിച്ചില്ല. തരണം. അതല്ല ഞാൻ പറഞ്ഞു, ഞങ്ങളന്ന് കയറിയടാ ഇതിന്റെ അടച്ചിട്ടേക്കണ സീറ്റ് കഴിച്ചു. എവിടെ കഴിഞ്ഞു അതല്ലാതെ പൂട്ടിട്ടണ. എന്നെ കൂട്ടി കൊണ്ടുപോവാ. ഇതിപ്പോ നമ്മൾ വർക്കല ക്ലിഫിന്റെ ഏകദേശം ഒരു നടുഭാഗത്താണ് അല്ലേ? പക്ഷെ ഇങ്ങോട്ടേക്ക് ഇരുട്ടായില്ല. അത് നേരത്തെ വിളിച്ചതുകൊണ്ടത്. പക്ഷെ ഇതിൽ നല്ല വിളിച്ചിട്ടുണ്ട്. അതിൽ നോക്കി നടക്കുന്ന നല്ലത്. ഇരുട്ടെന്ന് വെച്ച് കഴിഞ്ഞാ ഇതിപ്പോ എന്താ ലൈറ്റ് ഓഫ് ചെയ്ത ആ തുമ്പത്തെ കൂടെ നടക്കണ കൊറേ സ്ഥലങ്ങളില് അപ്പൊ നമ്മൾ ഏകദേശം വീണ്ടും നമ്മൾ ഓപ്പോസിറ്റ് എൻഡിലേക്ക് പോകുന്നു. നമ്മൾ ഓപ്പോസിറ്റ് എൻഡിലേക്ക് നടക്കണട്ടാ. ഇച്ചിരി നടന്നിട്ട് തിരിച്ചു തരാം. ഓക്കെ, ഈ ഭാഗത്തേക്ക് കുറച്ചുകൂടി വൈബിൾ വരിക. എവിടെയാണ്? പക്ഷെ ഇത് സ്മോക്കിങ്സാ. ഇത് എന്തോ അതാ സ്മോക്കിംഗ് അല്ല, ഫുഡിന്റെ സ്മോക്ക്. ഓ ദാറ്റ് സ്മോക്ക്. ഞാനിത് പെട്ടെന്ന് നമ്മൾ തായ്ലൻഡ് എത്തി. പെട്ടെന്ന് തായ്ലൻഡ് എത്തി. ഓ മറ്റേ സ്മോക്ക്. ഇവിടെ സൈലൻസ് ആയില്ല, നമുക്ക് തിരിച്ചു പോവാം. ഇച്ചിരി പോയിട്ട് തിരിച്ചു പോവാം. മറ്റോടത്ത് അത്യാവശ്യം വൈബ് ഉണ്ടായിരുന്നു. ഇനി എനിക്ക് എൻ്റെ തറാവണം, അപ്പോഴാണ് ഒച്ചമ്പകളുണ്ടാവാ. ഇവിടെ പാട്ടൊന്നും വെക്കാത്ത പീസ്ഫുൾ റെസ്റ്റോറന്റ് അല്ലേ? ഇവിടെ പീസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാ. നേരത്തെ പറഞ്ഞില്ലേ ജിമ്മൻ തിരിച്ചു പോയി, പിന്നെ എത്തിക്കാൻ പറ്റുന്നു. ഏത് ഞാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞാണോ? അത് ഇതിനോട് എന്താ വയ്യാത്ത മാമ വീൽ ചെയറിനാണ്. അതെനിക്കറിയില്ല. അതങ്ങനെയാണല്ലോ, നമ്മൾ ഇന്ത്യക്കാരെ ആരോഗ്യം ഉണ്ടെങ്കിൽ നടക്കാൻ ഒന്നും ചെയ്യില്ല. അതാണ് ബീച്ച്. ആരോഗ്യം അയ്യോ ഞാൻ ഈ പാട്ട് പാടുന്ന കേൾക്കൂലേ? പാടല്ല
ഇത് പറഞ്ഞു ഇവിടെയൊക്കെ നല്ല നല്ല അടിപൊളി റിസോർട്ടുകളുണ്ട്. ഞാൻ ഫസ്റ്റ് പോട്ടെ. ഇതെന്താ ഉദ്ദേശിച്ചത്? ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടാവായിരിക്കും. പൊളിഞ്ഞതൊക്കെ ഉണ്ടാവോ എന്താ ഉദ്ദേശിച്ചത്? ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല, ബ്ലോക്കാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി നല്ല വൈബുള്ള സ്ഥലം കാണിച്ചു തരാം. ഇതേ നല്ല ഡാർജിലിംഗ് കഫേ. ഇവിടെ നമുക്ക് കയറി കഴിക്കാൻ വേണ്ടും പറഞ്ഞ നമ്മ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? കപ്പിൾസ് ഫോട്ടോ, ഐസ്ക്രീം ഫോട്ടോ. ഈ വെള്ളം അടിക്കാത്തവരായിരിക്കും ഐസ്ക്രീം കഴിച്ച് നടക്കണം അല്ലേ? ലിറ്ററെ പോലെ വെള്ളം അടിച്ചവര്. പക്ഷെ എനിക്ക് വെള്ളം അടിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദി ഹൈലൈറ്റ്. വെള്ളം അടിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ വെള്ളം അടിച്ചിട്ട് പായസം കുടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഐസ്ക്രീം കഴിക്കാൻ നിനക്കെന്താ പാട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു 0.5 ഇട്ട് എല്ലാം കാണുള്ളൂ. ഇത് നല്ല വൈബുള്ള കടയാണെന്നോ. ഇതാണ് ശരിക്കും ഇതിന്റെ ഏറ്റവും നല്ല വൈബുള്ളത്. ഏറ്റവും ലാസ്റ്റ് ഉണ്ട്, ഞങ്ങളുടെ ഓപ്പോസിറ്റ് എൻഡാണ്. നല്ല വൈബുള്ള കടകളും അല്ലേ? ഇപ്പൊ നമ്മൾ ശരിക്കും കടലാണ് പറ്റുന്നതോ? ആ കാണാല്ലേ. ഇവിടെ പാട്ട് പാടുന്നത് അതൊക്കെ നമ്മുടെ കട എത്തി കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ അടുത്ത നമ്മുടെ ഡയറക്ഷനിലേക്ക് നടക്കും. ഫിഷ് പൊള്ളിച്ചതൊക്കെ ഫിഷ് പൊള്ളിച്ചേക്കണോ? ബ്രേക്ക്ഫാസ്റ്റ് മെനു ഇംഗ്ലീഷ്. നേരത്തെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മെനു കണ്ടിരുന്നല്ലോ. രാവിലെ വന്ന് കഴിക്കാം. ബാഗ് എടുത്ത് രാവിലെ ചെക്കോട്ടിലിട്ടേ ലഗേജ് വണ്ടി വെച്ചിട്ട് വരാം. ഇത് ലൈക്ക് പുറത്തത്തെ സൂപ്പർ മാർക്കറ്റ് രീതി പോലെ വെച്ചേക്കണം. ലൈക്ക് നീ മലേഷ്യ, തായ്ലൻഡ് ഇങ്ങനത്തെ കടകൾ സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. 4-5 ഉണ്ട് എന്തായാലും. ശരി ഫുൾ കണ്ട ബ്ലോക്ക് കണ്ട സീസൺ ടൈം വരുമ്പേ നല്ല തിരക്കായിരിക്കും. പ്രാന്തോ തിരക്കൊക്കെ ലിറ്റ പാട കേട്ടാ പാട്ട് വെക്കും. ലിറ്റയുടെ പാട്ട് കേട്ടാലേ ലിറ്റ വീട് തുടങ്ങി. നമ്മൾ ഇവിടെ നിന്ന് കയറി വന്ന ഇനി ഇങ്ങോട്ടേക്ക് നമ്മൾ നേരത്തെ വന്നപ്പോൾ കണ്ടിട്ടിരുന്നില്ല. ഇനി ഈ വഴി നമ്മൾ അങ്ങോട്ടുള്ള നൈറ്റ് ലൈഫ് ആണ്. ഗ്ലോബൽ ടി അപ്പൊ ഇതാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ്. ഇപ്പം ഏകദേശം 9 മണി. ലിറ്റയ്ക്ക് ലിറ്റിട്ടുണ്ട്. ഞാൻ എവിടെ സ്വന്തമായിട്ട് കമ്പനിയുള്ള ഡിറ്റിയാ. ഭയങ്കര തിരക്കാലോ. ചൂട് കിട്ടാ. നല്ല തിരക്കുണ്ട്. ഈ സമയം തിരക്കുണ്ടാവില്ല പറഞ്ഞ സമയത്ത് തിരക്ക് കൂടുതൽ. ആൾക്കാരെ ഫുഡ് കഴിച്ച് വീട്ടിൽ പോകണം. വൈകിട്ട് ലൈക്ക് 6 മണി ഫ്രഷ് ആയിട്ട് ആദ്യം ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മളെ പ്രതീക്ഷ ലൈക്ക് ഇംഗ്ലീഷുകാർ ഇറങ്ങുന്ന വിചാരിച്ചു. ശരിക്കും ഇത് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ആൾക്കാരുണ്ട്. സിമ്പിൾ റെസ്റ്റോറന്റ് അല്ലേ? രാവിലെ തന്നെ ഇവിടുന്ന് ഫുഡ് കഴിക്കണത്. അടുത്ത നല്ല റെസ്റ്റോറന്റ്. അതെല്ലാം ഫുള്ളാ. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അല്ല ഡിറ്റ? നമ്മള് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ചെയ്തിട്ടുണ്ടാ? അറിയില്ല. കത്തിച്ചുണ്ട് നമ്മളെ കണ്ടുണ്ടാവില്ല. അതൊരു പോയിന്റ് ആണ്. ഡേറ്റ്സിന്റെ ആൾക്കാര് കണ്ടാ?
ഇത് ഇവിടെ കോൺക്രീറ്റ് കിട്ടുന്നല്ലോ. സ്ഥലം കിട്ടി. ആ കോൺക്രീറ്റ് കിട്ട്. ഇത് നമ്മള് താഴേക്ക് ഇറങ്ങുന്ന സ്ഥലം നോക്കി വെച്ചോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കടന്ന് തിരുവനന്തപുരം ബീച്ചിലേക്ക് പോകാൻ അവസാനം. പക്ഷെ ഇത്ര കിലോമീറ്റർ വന്നിട്ട് നമുക്കൊരു വയ്യായില്ലല്ലേ? എത്തുമ്പോ ലാസ്റ്റ് കാണിച്ചു കൊടുക്കാം. യെസ്, ടോട്ടൽ കിലോമീറ്റേഴ്സ് വി വാക്ക് അല്ലേ? ശരിക്കും കണ്ട ഞങ്ങൾ അന്ന് പകുതി വരെ പോയുള്ളൂ. പിന്നെ വീട്ടിൽ പോയിട്ട് വെള്ളം അടിക്കാനുള്ള വൈബും ഇവിടൊക്കെ റിസോർട്ടൊക്കെ ഉണ്ട്. ഇവിടൊക്കെ എടുക്കണായിരുന്നു. നമ്മളത്തെ റിസോർട്ട് കുഴപ്പമില്ല, പക്ഷെ ഇവിടെ കുറച്ചുകൂടി വൈബ് തന്നെ. ഞാൻ ഇപ്പൊ മനസ്സിലായി, ഞാൻ പറഞ്ഞ ക്ലിഫിൽ എടുക്കാൻ ഉദ്ദേശിച്ചതുകൊണ്ട്. എനിക്ക് നോക്കുമ്പോ മനസ്സിലാവണില്ല. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ വെച്ചിട്ട് അമർത്തി. അല്ല, അത് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളൊക്കെ തീർന്നു. തെണ്ടികൾ നമുക്ക് തെണ്ടി വേറെ കൊടുക്കും ചെയ്യും. പേ ചെയ്താലോ അപ്പോഴും ചിലപ്പോൾ കൊടുത്തുണ്ടോ? അങ്ങനെ പറ്റില്ലല്ലോ, പറയാൻ പറ്റില്ല. ശരിക്കും ഇപ്പൊ ഫുൾ ഇംഗ്ലീഷുകാരാണെങ്കിൽ വേറെ തന്നെ വൈഭവല്ലേ? അടിച്ചോ ഇവിടെ പലതരം കോഫി ഉണ്ട്. ചില കാലത്ത് വേണമെങ്കില് നമ്മ കഴിച്ചൊരു ചോക്ലേറ്റ് കോഫി ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് കോഫി ഉണ്ടായിരുന്നോ? ഇവിടെ പിള്ളേർ ഒറ്റയ്ക്കിരിക്കണ നോക്കി. അതിന്റെ അപ്പനുണ്ട്, അത് കേട്ടു തോന്നണു. ആ കൊച്ചിനായിരുന്നു 17 പ്രോയാ. നമ്മളത് മലേഷ്യക്ക് പോയപ്പോ ഒക്കെ തന്നെയും പ്രോ, ഐഫോൺ പ്രോ. ഇത് ഒരു ഇത് സ്റ്റാർട്ടിങ് കടയല്ലേ? ഇവിടെ കച്ചവടം ഉണ്ടാവും. നമ്മള് കേറിയത് ലോക്കൽ കടയാ. എവിടെയുണ്ട് AC സൂപ്പർ മാർക്കറ്റ്. നല്ലതായിരുന്നു എനിക്ക് ടോപ്പും ഗുഡ് വൺ പറയല്ല, അതെനിക്ക് വാങ്ങിച്ചു തരാണ്. ഗുഡ് ഹസ്ബൻഡ്സിന്റെ റോള്. I'm not a good husband. I'm very bad husband. ബീച്ച് റിസോർട്ട് ഇത് നീ കണ്ടിരുന്നോ? ഇവിടെ ഞാൻ വിളിച്ചല്ല. നമ്മളിനി എന്നിട്ട് ഇങ്ങനെ മെയിൻ പീക്ക് സ്ഥലത്തില് റിസോർട്ട് ബുക്ക് ചെയ്യും. അടുത്ത വർഷം നമ്മൾ ഇനി പീക്ക് റിസോർട്ട് ആയിരിക്കും കേട്ടോ. ഇച്ചിന് വർത്താനം കേട്ട് നമ്മ അടുത്ത ആഴ്ച ആദ്യം വരും തോന്നുന്നുണ്ടല്ലോ. പക്ഷെ അടുത്ത ആഴ്ച വരുമ്പോ ബോറടിക്കും. നമ്മൾ അടുത്ത ആഴ്ച വരുമ്പോ അലമ്പായിരിക്കും. ശരിയാണ്. ഈ അമ്മയുടെ പാർസൽ നോക്കി എത്ര എണ്ണം? 4 എണ്ണം. ഫുൾ സിൽവറാ. ആള് വൈബിയ മാമയാണ്. അതിന് തമിഴ് തെളിവ് ഭയങ്കരമായിട്ട് തെളിയില്ലേ? ഇതൊക്കെ നല്ല ഫോട്ടോ സെക്ഷൻ കാണിച്ചല്ലേ? സ്ഥലം കയറണ്ട, അതല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടിയോ. കപ്പ ചിക്കൻ ഇത് ഇന്ന് എന്റെ ഫോണിൽ MB തീരുന്നോളൂ. ഞാനപ്പ കഥമിക്കുകയാണ്. കഥം ഇതൊരു ഇരുട്ടാവുന്ന ഇതാണ് നൈറ്റ് ലൈഫ്. ശരിക്കും നിനക്ക് ഓർമ്മ ഉണ്ടാവുന്നറിയാ? നമ്മളെടുത്ത് പോകുമ്പോ വീട്ടിൽ നിന്ന് പറയാണ്ട് കപ്പിൾസ് ഇവിടെ പോകണ്ടോ? പിന്നെ നമുക്കാര് 10 വ്യൂസ് ഉള്ള കാരണം അറിയില്ല. ഞങ്ങളൊന്ന് ബാർഗർ അടിച്ച് പറയാം. കളിയാണ് ഇരിക്കണ്ട. അടിക്കലോ ആൾക്കാരാ. ഞങ്ങള് തീരെ അടിച്ചു പറയില്ല. ഇതിന്റെ മുകളിലാ
ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ ഇറങ്ങാറായ കഴിഞ്ഞു നമ്മൾ എൻട്രി പോയിന്റ് എത്തി. ഇതാണ് കാർ പാർക്കിങ്. ഞാൻ പണ്ട് പാർക്ക് ചെയ്ത നമുക്ക് താഴോട്ട് പോവാം. താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാം? എന്നാ അവിടെ എൻട്രി ഉണ്ടോ നോക്കാം. ചേച്ചി നമ്മുടെ ബീച്ച് നമ്മുടെ ഹോട്ടലിന് ഡിസ്റ്റൻസ് നോക്ക്, റോഡ് നോക്ക്. നോക്കി